നമസ്കാരം. 2026 മീനൻ രാശിയിൽ ഒരു അപൂർവ ചതുർഗ്രഹ യോഗം നടക്കുന്നു. ഇത് വെറും ഒരു ഗ്രഹമാറ്റമല്ല, മറിച്ച് ദശകങ്ങൾക്കിപ്പുറം സംഭവിക്കുന്ന ഒരു വിധിനിർണായക വഴിത്തിരിവാണ്. നക്ഷത്രങ്ങളുടെ വിന്യാസവും ഗ്രഹങ്ങളുടെ ചലനവും മനുഷ്യ ജീവിതത്തെ സ്വാധീനിക്കുന്നു എന്നത് നൂറ്റാണ്ടുകളായി ഭാരതീയ സംസ്കാരത്തിന്റെ ഭാഗമാണ്. വാന നിരീക്ഷണവും ഗണിതശാസ്ത്രവും സമന്വയിക്കുന്ന ജ്യോതിഷം കേവലം പ്രവചനമല്ല, പ്രപഞ്ച ശക്തികളുടെ ഊർജം കൂടിയാണ്. മീനത്തിലെ ചതുർഗ്രഹി യോഗം ആകാശത്ത് സംഭവിക്കുന്ന അത്ഭുത സംഗമമാണ്. ജ്യോതിഷ ശാസ്ത്രമനുസരിച്ച് ഒന്നിലധികം ഗ്രഹങ്ങൾ ഒരു രാശിയിൽ സംഗമിക്കുന്നത് വലിയ ഊർജമാറ്റങ്ങൾക്ക് കാരണമാകാറുണ്ട്. 2026 ഏപ്രിൽ പകുതിയോടെ ബുധൻ, ചൊവ്വ, ശനി എന്നീ 4 പ്രബല ഗ്രഹങ്ങളാണ് മീനൻ രാശിയിൽ ഒന്നിക്കുന്നത്. നിലവിൽ മീനത്തിൽ തുടരുന്ന ശനിദേവനിലേക്ക് ഏപ്രിൽ 3 ചൊവ്വയും ഏപ്രിൽ 11 ബുധനും ഒടുവിൽ ഏപ്രിൽ 16 ചന്ദ്രനും എത്തുന്നതോടെ ഈ അപൂർവ സംഗമം പൂർണ്ണമാകുന്നു. കർമ്മഫലദാതാവായ ശനിയും ബുദ്ധിയുടെ കാരകനായ ബുധനും ആത്മവിശ്വാസത്തിന്റെ പ്രതീകമായ ചൊവ്വയും മനസ്സിന്റെ അധിപനായ ചന്ദ്രനും ഒത്തുചേരുമ്പോൾ അത് ചില രാശിക്കാർക്ക് രാജയോഗ സമാനമായ മാറ്റങ്ങളാണ് വാഗ്ദാനം ചെയ്യുന്നത്. ഈ ചതുർഗ്രഹ യോഗം ഓരോ രാശിയെയും വ്യത്യസ്ത രീതിയിലാണ് ബാധിക്കുന്നത്. ഇതിൽ ഏറ്റവും കൂടുതൽ നേട്ടങ്ങൾ കൊയ്യുന്ന രാശികളെ കുറിച്ചാണ് ഇന്നിവിടെ പറയുന്നത്. ആദ്യത്തെ രാശി മേടൻ രാശിയാണ്. മേടൻ രാശിക്കാർക്ക് 12ാം ഭാവത്തിലാണ് ഈ സംഗമം നടക്കുന്നത്. 12ാം ഭാവം സാധാരണയായി ചിലവുകളെ സൂചിപ്പിക്കുമെങ്കിലും ഈ ഗ്രഹയോഗം വിദേശ ബന്ധങ്ങളിലൂടെയും ദൂരയാത്രകളിലൂടെയും വലിയ സാമ്പത്തിക ലാഭമാണ് കൊണ്ടുവരുന്നത്. സർക്കാർ സംബന്ധമായ തടസ്സങ്ങൾ നീങ്ങുകയും ഉന്നത ഉദ്യോഗസ്ഥരുടെ പിന്തുണ ലഭിക്കുകയും ചെയ്യുന്നു. ദീർഘകാലത്തെ നിക്ഷേപങ്ങളിൽ നിന്നും അപ്രതീക്ഷിത ലാഭവും ലഭിക്കുന്നു. മേടൻ രാശിയിലെ അശ്വതി, ഭരണി, കാർത്തിക, കാൽ നക്ഷത്രക്കാർക്കാണ് ഈ പറഞ്ഞ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നത്. രണ്ടാമത്തെ രാശി ഇടവൻ രാശിയാണ്. കാർത്തിക, രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക് 11ാം ഭാവമായ ലാഭസ്ഥാനത്താണ് ഈ മാറ്റം സംഭവിക്കുന്നത്. ഇടവക്കൂറുകാർക്ക് ഇതൊരു സുവർണ കാലഘട്ടം തന്നെയാണ്. വിവാഹം കാര്യങ്ങളിൽ തടസ്സപ്പെട്ട് കിടന്നതാണെങ്കിൽ അവയെ വിവാഹാലോചനകളിൽ തീരുമാനമുണ്ടാക്കും. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ ഇതിലും നല്ലൊരു സമയം അടുത്ത കാലത്തുണ്ടായിട്ടില്ല. രോഹിണി, മകയിരം നക്ഷത്രക്കാർക്ക് ഈ സമയം ഇരട്ടി ലാഭം പ്രതീക്ഷിക്കാം. ഈ നക്ഷത്രക്കാർ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെയും വളരെ അനുകൂലമായ കാര്യങ്ങളായിരിക്കും സംഭവിക്കുന്നത്. മൂന്നാമത്തെ രാശി മിഥുനൻ രാശിയാണ്. മിഥുനൻ രാശിയിലെ മകയിരം, തിരുവാതിര, പുണർതം നക്ഷത്രക്കാർക്ക് 10ാം ഭാവത്തിലെ സംഗമം കർമ്മമണ്ഡലത്തെയാണ് സ്വാധീനിക്കുന്നത്. സമൂഹത്തിൽ അന്തസ്സും പ്രശസ്തിയും വർദ്ധിക്കും. പൂർവിക സ്വത്തുക്കൾ കൈവന്നു ചേരാൻ സാധ്യതയുണ്ട്. തിരുവാതിര നക്ഷത്രക്കാർക്ക് തൊഴിൽപരമായ യാത്രകൾ വലിയ മാറ്റങ്ങൾ തന്നെ കൊണ്ടുവരും. ഇവർ ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും അപ്രതീക്ഷിതമായ ധനലാഭമുണ്ടാകും. അടുത്ത രാശി ചിങ്ങൻ രാശിയാണ്. മകം, പൂരം, ഉത്രം നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിലെ ശനിയും മറ്റ് ഗ്രഹങ്ങളും ചേരുന്നത് ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും പിതൃസ്വത്ത് സംബന്ധമായ കാര്യങ്ങൾ ഇവർക്ക് ഗുണകരമായി ഫലിക്കും. അടുത്ത രാശി തുലാം രാശിയാണ്. ചിത്തിര, ചോതി, വിശാഖം നക്ഷത്രക്കാർക്ക് തുലാം രാശിയുടെ 6ാം ഭാവത്തിലെ ഈ സംഗമം ശത്രുജയത്തിന് കാരണമാവും. കോടതി വ്യവഹാരങ്ങളിൽ അനുകൂലമായ വിധി പ്രതീക്ഷിക്കാം. ചോതി നക്ഷത്രക്കാർക്ക് കടബാധ്യതകളിൽ നിന്നും ആശ്വാസം ലഭിക്കുന്ന കാലമാണ്. കർക്കിടകം രാശിക്കാർക്ക് 9ാം ഭാവമായ ഭാഗ്യസ്ഥാനത്താണ് മാറ്റങ്ങൾ. കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിത കുതിച്ചുചാട്ടമുണ്ടാകും. സന്താന ഭാഗ്യം ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ വാർത്തകൾ ശ്രദ്ധിക്കാം. പുണർതം, പൂയം നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ വിശേഷപ്പെട്ട ഫലങ്ങൾ ലഭിക്കുന്നു. വൃശ്ചികൻ രാശിക്കാരുടെ 5ാം ഭാവത്തിലാണ് ഗ്രഹസംഗമം. ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ വരുമാനം വർദ്ധിപ്പിക്കാൻ സഹായിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കാനും ബന്ധുക്കളുടെ പൂർണ്ണ സഹകരണം ലഭിക്കാനും ഈ ചതുർഗ്രഹി യോഗം വഴിയൊരുക്കും. അനിഴം നക്ഷത്രക്കാർക്ക് ജോലിയിൽ സഹപ്രവർത്തകരുടെ വലിയ പിന്തുണ തന്നെ ലഭിക്കും. മകരം രാശിക്കാർക്ക് 3ാം ഭാവത്തിലാണ് ഈ യോഗം സംഭവിക്കുന്നത്. ഇത് ധൈര്യത്തിന്റെയും വീര്യത്തിന്റെയും ഭാവമാണ്. കഠിനാധ്വാനത്തിന് അർഹിച്ച അംഗീകാരം ലഭിക്കും.
ദാമ്പത്യ ജീവിതത്തിലെ അസ്വാരസ്യങ്ങൾ നീങ്ങി സമാധാനം കൈവരും. തിരുവോണം അവിട്ടം നക്ഷത്രക്കാർക്ക് സർക്കാർ തലത്തിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട്. പലപ്പോഴും ശനി മീനത്തിൽ നിൽക്കുമ്പോൾ അത് ഭയപ്പെടേണ്ട ഒന്നാണെന്ന ധാരണ പൊതുവെയുണ്ട്. എന്നാൽ ചന്ദ്രനും ബുധനും ചൊവ്വയും ശനിയോടൊപ്പം ചേരുമ്പോൾ ശനിയുടെ കാഠിന്യം കുറയുകയും ശുഭഫലങ്ങൾ വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇതൊരു ശുദ്ധി പ്രക്രിയ കൂടിയാണ്. പഴയതും ഉപയുക്തമല്ലാത്തതുമായ ശീലങ്ങൾ ഉപേക്ഷിച്ച് പുതിയ ജീവിതത്തിലേക്ക് ചുവടുവെക്കാനുള്ള ഊർജമാണ് ഈ ഗ്രഹസംഗമം നൽകുന്നത്. പ്രപഞ്ചം നമുക്കായി ചില അവസരങ്ങൾ ഒരുക്കുന്നു എന്നതിന്റെ സൂചനയാണിത്. എന്നാൽ ജ്യോതിഷം എന്നത് വഴികാട്ടി മാത്രമാണ്. കഠിനാധ്വാനവും ആത്മവിശ്വാസവുമാണ് ലക്ഷ്യത്തിലെത്താനുള്ള യഥാർത്ഥ ഇന്ധനം. 2026 ഈ അപൂർവ ഗ്രഹസംഗമത്തെ ക്രിയാത്മകമായി പ്രയോജനപ്പെടുത്തുക. തടസ്സങ്ങളെ ഭയപ്പെടാതെ ഗ്രഹങ്ങൾ നൽകുന്ന പോസിറ്റീവ് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ വിജയം നിങ്ങളെ തേടിയെത്തും. ഓർക്കുക, വിധി നിശ്ചയിക്കുന്നത് നക്ഷത്രങ്ങളാണെങ്കിലും ജീവിതം നയിക്കുന്നത് നിങ്ങളുടെ പ്രവർത്തികളാണ്. 2026 ആകാശം കനിയുന്നു. മീനത്തിലെ ഈ അപൂർവ ചതുർഗ്രഹ യോഗം മാറ്റുന്നത് ഈ മേൽപ്പറഞ്ഞ രാശിക്കാരുടെ വിധിയാണ്. പണമൊഴുകും, രാജയോഗം കൈവരും. ഇവർ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ ധനനേട്ടം ഇവർക്ക് ഈ കാലയളവിൽ ഉണ്ടാകും. ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. മേൽപ്പറഞ്ഞ നക്ഷത്രങ്ങളിൽ നിങ്ങളുടെ നക്ഷത്രമുണ്ടെങ്കിൽ ദയവായി കമന്റായി രേഖപ്പെടുത്തുക. നന്ദി, നമസ്കാരം.